എൻ്റെ ചെറിയൊരു ദിവസം കണ്ടല്ലോ, രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം തണുപ്പായതുകൊണ്ട് രാവിലെ ഉറങ്ങാൻ നല്ല അടിപൊളിയാണ്. പിന്നെ പോയി പല്ലൊക്കെ തേച്ച് കിച്ചണിൽ വരുമ്പോൾ ഒരു സമയമാവും. തണുത്ത് ആദ്യം വെള്ളത്തിൽ കയ്യിലിടുമ്പോൾ ഒരു തണുപ്പ് കാണും, പിന്നെ അതങ്ങ് ശരിയാവും കേട്ടോ. പിന്നെ എന്താ, നമ്മൾ കുളിക്കാനൊക്കെ ചൂടുവെള്ളം ഉണ്ടാക്കണം. ഇപ്പോൾ രാവിലെ ഗ്രീൻ പീസ് ഉണ്ട്, വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചായ വെക്കണം, ചായയാണല്ലോ ഫസ്റ്റ്. അപ്പത്തിന് മാവുകൊണ്ട് നോക്കിയപ്പോൾ മാവ് പൊങ്ങിയിട്ടില്ല. കാരണം ഇത്തിരി ലേറ്റ് ആയിപ്പോയി ഞാൻ മാവ് അരച്ച് വെക്കാൻ. രാത്രി നല്ല തണുപ്പായിട്ട് നല്ലപോലെ പൊങ്ങിയിട്ടില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു ട്രിക്കാണ്, ഈ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം വെച്ച് നോക്കാം കേട്ടോ. അവർ പറഞ്ഞാൽ രാത്രിയിലേ വെക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ രാവിലെ തല തിരിച്ച് ചെയ്യാമെന്ന്. കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ വെച്ചു. പിന്നെ ചായ പരിപാടികൾ നടക്കുന്നുണ്ട്, ഗ്രീൻ പീസ് ഉണ്ടാക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാം ചടപടേ ചെയ്യണം. ചടപടേ ചെയ്യണം എന്ന് വെച്ചാൽ മറിയത്തിന് ഇപ്പോൾ സ്കൂൾ 10 മണിക്കാണ്, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ടാൽ മതി. അതുകൊണ്ട് ചോറിൻ്റെ പരിപാടിയൊന്നുമില്ല. ഇടയ്ക്കിടതായി ഈ പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കും, കലാപരിപാടി. തുമ്മൽ തണുപ്പായതുകൊണ്ട് പിന്നെ പറയുകയും വേണ്ട. പിന്നെ ചടപട എല്ലാം അങ്ങനെ മറിക്കുന്നില്ല, ചെയ്യും കേട്ടോ. നല്ല ഇഞ്ചിയിട്ട ചായയും, എന്നാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ മാവ് പൊങ്ങാത്തതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഒഴിച്ചല്ല കേട്ടോ, ഇട്ട് വെക്കുകയാണ് ഇങ്ങനെ. പക്ഷെ വലിയ യൂസൊന്നും ഉണ്ടായില്ല, നല്ലപോലെ പൊങ്ങിയിട്ടില്ലായിരുന്നു. നമ്മൾ രാവിലെ ഇവിടെ മാവ് അരച്ച് വെക്കുക. കാരണം രാവിലെ അരി ഇട്ടിട്ട് കുറച്ചൊരു 11 മണി ആ സമയത്തൊക്കെ മാവ് അരച്ച് വെച്ചാൽ നല്ലതുപോലെ പൊങ്ങും കേട്ടോ. പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു, ശരീരമൊക്കെ ഒന്ന് ചൂടാവട്ടെ. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മറിയത്തിനൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനും കൊടുത്തു വിടാനും എല്ലാം സെറ്റാക്കിയിട്ട് വേണം അവളെ പൊക്കാൻ പോകാനും. അവൾക്കും വലിയ മടിയാണ് രാത്രിയിൽ ഉറങ്ങാൻ പാടും, രാവിലെ എഴുന്നേക്കാൻ പാടും. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സിനകത്ത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് കേട്ടോ ഒരു സെറ്റാക്കി വെക്കും. അതിനകത്ത് പിള്ളേരെന്നും കൊണ്ടുപോകുന്നതല്ലേ, വെള്ളാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്ത് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. അതും സെറ്റാക്കി വെച്ചിട്ട് വേണം ഇനി അടുത്തതും അറിയത്തെ പൊക്കാൻ പോവാണ്. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക കേട്ടോ. ഇപ്പം തന്നെ സമയം 9 മണിയായി, 10 മണിക്ക് ക്ലാസ്സിന് പോകേണ്ട ആളാണ്. അപ്പോൾ അവളെയും കുത്തിപ്പൊക്കി കുളിപ്പിച്ചു, അവളുടെ ഡ്രസ്സൊക്കെ മാറി. മേലെ കഴിവത്തുള്ളൂ കേട്ടോ, തല നനച്ച് വിടാനുള്ള ഇതില്ല. കാരണം നമ്മൾ ബൈക്കിൽ പോകുന്നതുകൊണ്ട് കാറ്റടിക്കും. ഇപ്പോൾ വെളിച്ചെണ്ണ നോക്കിയപ്പോൾ വെളിച്ചെണ്ണയുടെ അവസ്ഥ ഇതാ, ഉറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉച്ച സമയമാകുമ്പോൾ കുറച്ച് അലിഞ്ഞ് വരുവേ. പിന്നെ നമുക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റാക്കണം. അതിന് നമ്മൾ റാഡ് ഉപയോഗിക്കുകയോ കറണ്ടിൽ കുത്തിയാണ് ഉപയോഗിക്കുന്നത്. വെള്ളത്തിലിട്ടാൽ മതി. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ചൂടാവും. കുറേ സമയത്ത് നല്ല ചൂടാവും കേട്ടോ. 2 വെള്ളത്തിൽ പകർത്തി കുളിക്കാൻ തക്കത്തൊക്കെ ചൂടാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് സ്കൂളിൽ വിട്ടാൽ മതി. ഇന്ന് കുറച്ച് എക്സ്ട്രാ പണികളുണ്ട് കേട്ടോ, പെട്രോൾ അടി അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ വെളിയിൽ തന്നെ പോകണം, കുറച്ചൊക്കെ നമ്മൾ പരിശീലിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ലോറികളാട്ടോ ഇവിടെ നല്ല ഭയം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ഒന്നില്ല